പുല്ലരിച്ചിലാണ് ഉള്ള അരിവാളും ഗ്ലൗസും ഗംബൂട്ടൊക്കെ ആയിട്ട് സേഫ്റ്റി പ്രിക്കോഷനൊക്കെ പാലിച്ചിട്ടുള്ള പുല്ലരിച്ചിലാണ്. വണ്ടി ഇതാ റെഡിയായി നിൽക്കണു. കുറച്ച് പുല്ലൊക്കെ അതിൽ കയറി ഈ പുല്ല് അരിഞ്ഞിച്ച് അവിടെ കൂട്ടാക്കി ഇട്ടുണ്ട്. ഇഷ്ടംപോലെ പുല്ലുണ്ട് ഇവിടെ. ഏക്കറക്കണക്കിന് സ്ഥലങ്ങളാണ്. ഈ ടൈപ്പ് പുല്ല ഇവിടെ ഉള്ളത്. അവിടെ പുല്ല് അരിഞ്ഞാൽ വേഗമാവും, പെട്ടെന്നാവും. അരിവാളിന് മൂർച്ചം കമ്മിയാണെങ്കിലും പെട്ടെന്ന് കിട്ടണ പുല്ലുകളാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുക. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ. വണ്ടിയൊക്കെ അതാ പുല്ലരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 6 മണി കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും അരിയണില്ല. നായ്ക്കളൊക്കെ അവിടെ കിടന്നുറങ്ങണം. നമുക്ക് പ്രൊട്ടക്ഷനൊക്കെ ആൾക്കാരുണ്ട്. തെരുവ് നായ്ക്കളാണ്. അതിൽ കടിക്കൊന്നുമില്ല. എന്നാൽ അവർ എയർ കൊടുത്താൽ ഞാൻ പൊയ്ക്കോളും. ഇഷ്ടം പോലെ പുല്ലാണ് ഇവിടെ, ഇഷ്ടം പോലെ. അരിയാനുള്ള മടിയില്ലായിരുന്നാൽ മതി, എന്നാൽ പുല്ല് ഇഷ്ടം പോലെ കിട്ടും. അങ്ങോട്ടൊക്കെ പുല്ലാണ്. ഇത് റോഡ് സൈഡാണ്. ഏറെക്കുറെ പമ്പാണ്. അതാ കാണുന്നത്, പെട്രോൾ പമ്പാണ് അവിടെ കാണുന്നുണ്ടോ? അതിൻ്റെ അപ്പുറത്ത് അവിടെ ഗേറ്റ് വെച്ചിരിക്കണേ. അപ്പോൾ അപ്പുറത്ത് കൂടി വേറെ വഴിയുണ്ട്. ഒരു സ്കൂളാണ് കാണുന്നത്. ഒരു സ്കൂളാറ്. അതിൻ്റെ ഇടയിൽ കൂടി വേറെ റോഡുണ്ട്. അതിൽ കൂടി ഇങ്ങനെ ഉള്ളിലേക്ക് വരാം. അരിവാള് മൂർച്ചം കമ്മിയായ എമരി പേപ്പറുണ്ട്. നൈസ് എമരി പേപ്പറാണത്. അതുകൊണ്ടാണ് മൂർച്ചയാക്കിയ 400-ൻ്റെയാണ്. 400. ഇതിൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളതുണ്ട്. ഇനി ഒന്ന് പറ്റ തുരുമ്പ് പിടിക്കുമ്പോൾ ആദ്യം ഇതുകൊണ്ടൊന്ന് പിടിച്ചും. 150 180 20 റുപ്യയുടെ. കുറച്ചുകൂടി ഹാർഡാണ്. പിന്നെ 400-ൻ്റെ അതിട്ടിട്ട് പിടിച്ചാൽ സംഭവം നല്ല അത്യാവശ്യം മൂർച്ചയാവും. അല്ലെങ്കിൽ നമ്മൾ മൂർച്ചയില്ലാതെ പുല്ലരിയാൻ വന്നാൽ കൈപ്പലൊക്കെ ഒരു ഭാഗത്തേക്കാവും. കയ്യിനൊക്കെ ഭയങ്കര കടച്ചിലും വേദനയാവും. സംഭവം നല്ല മൂർച്ചമാണ്. ഗ്ലൗസും വേണം. ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ മുള്ളുള്ള പുല്ലൊക്കെ പിടിക്കാൻ ഒന്നുകൂടി സിമ്പിളാവും. അല്ലെങ്കിൽ അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അരിഞ്ഞ് വണ്ടിക്ക് എടുത്തിടാം. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് പരിപാടി. തീർത്തക്കല്ല, അവസാനിപ്പിച്ചേക്ക്. പുല്ല് ഇന്നക്കും നാളേക്കുള്ളതൊക്കെ ഉണ്ട്. ഏകദേശമായി. പിന്നെ വൈക്കോലും കൊടുക്കുന്നുണ്ട്. നമ്മൾ തറവാട്ടിൽ നിന്നുള്ള കഞ്ഞിവെള്ളം എടുക്കാനുള്ള ബക്കറ്റാണ്. ഇനി മറ്റന്നാളൊക്കെ ആയിട്ട് അടുത്തതായിട്ട് ഇങ്ങനെ ഗ്യാപ്പിനനുസരിച്ച് പുല്ലരി. നമ്മൾ കാര്യമായിട്ട് പുല്ല് മാത്രമല്ല വൈക്കോലും പാടെ കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. പുല്ല് പെട്ടെന്ന് ഈ ചന്തകളിൽ നിന്ന് കൊടുന്ന കന്നുകൾക്ക് കൊടുത്താൽ വയറ് ആട്ടുംപുറണി പോലെ ആയിരിക്കും അവരെ കാസ്റ്റ് ഉണ്ടാകുക. ചാണകം അതങ്ങോട്ട് ഈ പുല്ലാണ് തട്ടി അപ്പളപ്പളപ്പള പോരും. പൈപ്പൊന്ന് വെള്ളം തുറന്ന പോലെയാണ് പോരും. അപ്പോൾ നമ്മൾ കുറച്ചീച്ച കൊടുത്ത് അങ്ങനെ സെറ്റാക്കുക. വൈക്കോലും കൊടുക്കും, പുല്ലും കൊടുക്കും. അങ്ങനെയാണ് സംഭവം. പിന്നെ അങ്ങനെ പരിചയമായി വരും. അവിടെയൊക്കെ തമിഴ്നാട് കർണാടകയിലൊക്കെ കയറിയിട്ട് ചിലപ്പോൾ ഈ പുല്ലൊന്നും കിട്ടാതെ വൈക്കോലും ഉണക്കപ്പുല്ലൊക്കെ കഴിച്ച് നടക്കണതാവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് കൊടുത്താൽ വൈറലാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ചന്തകളിൽ നിന്ന് കൊണ്ടുവരണം കന്നാൾ. നമ്മളൊരു കാവൽക്കാരൻ ഇവിടെ ഉണ്ട്. ഉറക്കത്തിലാണ് ആൾ. ഒക്കെ സൈലൻ്റാ. തെരുവ് നായ്ക്കളെ സ്വഭാവമൊന്നും ഇല്ല ഇവർക്ക്. ആൾക്കാർ സൈലൻ്റ്. ഇനിയിപ്പോൾ നമ്മളോട് സൈലൻ്റ് ആയതാണോ കുട്ടികളോടും വേറുള്ളവരോടൊക്കെ എങ്ങനെ സ്വഭാവം നമുക്കറിയില്ല. ആൾ പോവുകയാണ്.
ഗർജിക്കുന്നുണ്ട്. പേടിൻ്റെ ആൾക്ക് അവിടെ എല്ലാവരൊക്കെ എണീക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ പുല്ലരിച്ചിൽ ഫിനിഷ് ചെയ്തു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്കും അതൊക്കെ ഒന്ന് അടിച്ചു വിട്ടോളി. കമൻ്റൊക്കെ വീഡിയോ പറ്റണുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. മാറ്റത്തിരുത്തലുകൾ